ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺട്രോൾഡ് ഡ്രഗ്സിന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1: ഓൺ ചെക്കിംഗ് ദ സ്റ്റോക്ക് ബാലൻസ് ഇൻ ദ കൺട്രോൾഡ് ഡ്രഗ് റെക്കോർഡ് ബുക്ക് ആസ് എ ന്യൂലി ക്വാളിഫൈഡ് നഴ്സ് യു ആൻഡ് എ കൊലീഗ് നോട്ടീസ് എ ഡിസ്ക്രപ്പൻസി, വാട്ട് വുഡ് യു ഡു? ഇവിടെ നമ്മളൊരു ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സാണ്. നമ്മളൊരു കൊലീഗുമായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൺട്രോൾഡ് ഡ്രഗ്സിന്റെ സ്റ്റോക്കിൽ നമ്മളൊരു ഡിസ്ക്രപ്പൻസി, അതായത് നമുക്ക് കറക്റ്റായിട്ട് എണ്ണം കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ബീങ് എ നേഴ്സ് എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. നേരെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ നമ്പർ 1: ചെക്ക് ദ കബോർഡ്, റെക്കോർഡ് ബുക്ക് ആൻഡ് ഓർഡർ ബുക്ക്. ഇഫ് ദ മിസ്സിംഗ് ഡ്രഗ്സ് ആർ നോട്ട് ഫൗണ്ട്, കോൺടാക്ട് ദ ഫാർമസി ടു റിസോൾവ് ദ ഇഷ്യൂ ആൻഡ് യു വിൽ ഓൾസോ കംപ്ലീറ്റ് ആൻ ഇൻസിഡന്റ് ഫോം. അപ്പൊ നമുക്ക് കബോർഡിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു, റെക്കോർഡ് ബുക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് മരുന്ന് കിട്ടിയില്ലെങ്കിൽ അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫാർമസിയിൽ കോൺടാക്ട് ചെയ്യാനാണ് കേട്ടോ. കോൺടാക്ട് ദ ഫാർമസി. രണ്ടാമത്തെ ഓപ്ഷൻ: ഡോക്യുമെന്റ് ദ ഡിസ്ക്രബൻസി ഓൺ ആൻ ഇൻസിഡന്റ് ഫോം ആൻഡ് കോൺടാക്ട് ദ സീനിയർ ഫാർമസിസ്റ്റ് ഓൺ ഡ്യൂട്ടി. ഇവിടെ നമ്മൾ ആരോടെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സീനിയർ ഫാർമസിസ്റ്റ് ഓൺ ഡ്യൂട്ടിനെയാണ് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ദ കബോർഡ്, റെക്കോർഡ് ബുക്ക് ആൻഡ് ഓർഡർ ബുക്ക്. ഇഫ് ദ മിസ്സിംഗ് ഡ്രഗ്സ് ആർ നോട്ട് ഫൗണ്ട്, ദ പോലീസ് നീഡ്സ് ടു ബി ഇൻഫോംഡ്. ഇവിടെ നമ്മൾ പോലീസിനെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ചെക്ക് ദ കബോർഡ്, റെക്കോർഡ് ബുക്ക് ആൻഡ് ഓർഡർ ബുക്ക് ആൻഡ് ഇൻഫോം ദ രജിസ്റ്റേർഡ് നഴ്സ് ഓർ എ പേഴ്സൺ ഇൻചാർജ് ഓഫ് ദ ക്ലിനിക്കൽ ഏരിയ. ഇവിടെ നമ്മൾ എന്താണ്, ക്ലിനിക്കൽ ഏരിയയിലെ ഇൻചാർജ് ആരാണോ അവരെ ഇൻഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ മിക്സിംഗ് ഡ്രഗ്സ് ആർ നോട്ട് ഫൗണ്ട്, ദെൻ ഇൻഫോം ദ മോസ്റ്റ് സീനിയർ നഴ്സ് ഓൺ ഡ്യൂട്ടി. എന്നിട്ടും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള മോസ്റ്റ് സീനിയർ നഴ്സ് ആരാണോ അവരെ ഇൻഫോം ചെയ്യുക. യു വിൽ ഓൾസോ കംപ്ലീറ്റ് ആൻ ഇൻസിഡന്റ് ഫോം. ഓപ്ഷൻ എയിൽ കോൺടാക്ട് ദ ഫാർമസി, ഓപ്ഷൻ ബിയിലെ സീനിയർ ഫാർമസിസ്റ്റ് ഓൺ ഡ്യൂട്ടി, ഓപ്ഷൻ സി വരുമ്പോഴേക്കും പോലീസ് ആണ്, ഓപ്ഷൻ ഡി വരുമ്പോഴേക്കും നമ്മളുടെ സീനിയർ നഴ്സാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് ഏതാണ് ആൻസർ? നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ആരാണ് ആദ്യം നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത്? നമ്മളുടെ സീനിയേഴ്സിനെയാണ്. കാരണം നിങ്ങളൊരു ന്യൂലി ക്വാളിഫൈഡ് നഴ്സാണ്. അപ്പൊ നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം. ചെക്ക് ദ കബോർഡ്, റെക്കോർഡ് ബുക്ക് ആൻഡ് ഓർഡർ ബുക്ക് ആൻഡ് ഇൻഫോം ദ രജിസ്റ്റേർഡ് നഴ്സ് ഓർ എ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ ക്ലിനിക്കൽ ഏരിയ. ഇഫ് ദ മിസ്സിംഗ് ഡ്രഗ് ആർ നോട്ട് ഫൗണ്ട്, ദെൻ ഇൻഫോം ദ മോസ്റ്റ് സീനിയർ നഴ്സ് ഓൺ ഡ്യൂട്ടി. യു വിൽ ഓൾസോ കംപ്ലീറ്റ് ആൻ ഇൻസിഡന്റ് ഫോം. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 2: in a patient's home where a registrant is administering a controlled drug that has already been prescribed and dispensed, the secondary signature is determined by which of the following? Choose the correct answer. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി എവിടെയാണ്? പേഷ്യന്റിന്റെ വീട്ടിലാണ് കേട്ടോ. സിനാരിയോ പേഷ്യന്റിന്റെ വീട്ടിലാണ്, പേഷ്യന്റ് ഹോമിലാണ്. നമ്മൾ കൺട്രോൾഡ് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോവാണ്. അവിടെ ഓൾറെഡി പ്രിസ്ക്രൈബും ചെയ്തു, മരുന്ന് ഓൾറെഡി ഡിസ്പെൻസും ചെയ്തു. നമ്മുടെ കൈ കിട്ടിയാൽ മതി, നമ്മുടെ കൈ കിട്ടി നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ നമുക്കറിയാം, എപ്പോഴും കൺട്രോൾ ഡ്രഗ്സിന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാം എന്താണ് ഒരു സെക്കൻഡറി സിഗ്നേച്ചർ എപ്പോഴും വേണ്ടതാണ്. അപ്പൊ ഈ സെക്കൻഡറി സിഗ്നേച്ചർ എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻസ് നോക്കാം. ദ എബിലിറ്റി ഓഫ് ദ ക്ലൈന്റ് ടു വിറ്റ്നസ് ദ രജിസ്റ്റേർഡ് നഴ്സ് സിഗ്നേച്ചർ. നമ്മുടെ ക്ലൈന്റിന്റെ എബിലിറ്റി അനുസരിച്ചിട്ടാണോ നമ്മൾ ഒരു സെക്കൻഡ് സിഗ്നേച്ചർ എടുക്കുന്നത്? രണ്ടാമത്തത് അവൈലബിലിറ്റി ഓഫ് എ രജിസ്റ്റേർഡ് നഴ്സ്. ഒരു രജിസ്റ്റേർഡ് നഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണോ നമ്മൾ ആ ഒരു സെക്കൻഡറി സിഗ്നേച്ചർ എടുക്കുന്നത്? ആൻഡ് അനദർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ഓപ്ഷൻ സി: ദ അവൈലബിലിറ്റി ഓഫ് 2 രജിസ്റ്റേർഡ് നഴ്സസ് അല്ലെ, 2 രജിസ്റ്റേർഡ് നഴ്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ ലോക്കൽ റിസ്ക് അസസ്മെന്റ് പോളിസി. അവിടെ നമ്മൾ അതായത് നമ്മൾ പോളിസി ഫോളോ ചെയ്യുന്നതനുസരിച്ചാണോ സെക്കൻഡ് സിഗ്നേച്ചർ എടുക്കുന്നത്? അപ്പൊ നമുക്ക് അതാണ് ഡെഫിനറ്റ്ലി ആൻസർ ഏതാണ്? ദ ലോക്കൽ റിസ്ക് അസസ്മെന്റ് പോളിസി. പഠിച്ച കുട്ടികൾക്ക് അറിയാം അല്ലെ, 2 രജിസ്റ്റേർഡ് നഴ്സുമാർ കൂടിയിട്ടാണ് എപ്പോഴും കൺട്രോൾ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. എപ്പോഴും ഒരു സെക്കൻഡറി വീക്ക്നെസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതെന്താണ്? അതൊരു പോളിസിയാണ്. അത് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ട ഒരു പോളിസി അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നതുകൊണ്ടാണ് ആൻസർ ദ ലോക്കൽ റിസ്ക് അസസ്മെന്റ് പോളിസി എന്നുള്ളത് വന്നിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3: ഹൗ ഷുഡ് വി ട്രാൻസ്പോർട്ട് കൺട്രോൾഡ് ഡ്രഗ്സ്? സെലക്ട് വിച്ച് ഡസ് നോട്ട് അപ്ലൈ. ശ്രദ്ധിക്കുക, ഹൗ ടു ട്രാൻസ്പോർട്ട് കൺട്രോൾഡ് ഡ്രഗ്സ്. അപ്പൊ ഇതിനകത്ത് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് വിച്ച് ഡസ് നോട്ട് അപ്ലൈ ആണ്. അതായത് ഇതിനകത്ത് അല്ലാത്തത് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്ന് വെച്ചിട്ട് നോക്കാം. കൺട്രോൾഡ് ഡ്രഗ്സ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഇൻ എ സെക്യൂർ, ലോക്ക്ഡ് ഓർ സീൽഡ് ടാമ്പർ എവിഡന്റ് കണ്ടെയ്നർ. ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്കറിയാം, വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് കൺട്രോൾഡ് ഡ്രഗ്സ് ഏതിനകത്താണ് നമ്മളെപ്പോഴും ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഒരു സെക്യൂർ ആയിരിക്കണം, ലോക്ക്ഡ് ആയിരിക്കണം, സീൽഡ് ടാമ്പർ എവിഡന്റ് കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ എപ്പോഴും കൺട്രോൾഡ് ഡ്രഗ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഓപ്ഷൻ നമ്പർ 1. അപ്പൊ അത് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഡസ് നോട്ട് ആണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ ബി: എ പേഴ്സൺ കളക്ടിങ് കൺട്രോൾഡ് ഡ്രഗ്സ് ഷുഡ് ബി അവെയർ ഓഫ് സേഫ് സ്റ്റോറേജ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹാൻഡിങ് ദം ഓവർ ടു അൻ ഓതറൈസ്ഡ് പേഴ്സൺ ടു ഒബ്റ്റെയിൻ എ സിഗ്നേച്ചർ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഈ കൺട്രോൾഡ് ഡ്രഗ് കളക്ട് ചെയ്യുന്ന ആൾ, ഇപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വന്നാൽ കളക്ട് ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അവെയർ ഓഫ് സേഫ് സ്റ്റോറേജ് ആൻഡ് സെക്യൂരിറ്റി, അല്ലെ? ഇതാണ് നാർക്കോട്ടിക് ഡ്രഗ് ആണ്, അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റോറേജ് ചെയ്യുന്ന കാര്യം അവർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ്, അല്ലെ? എപ്പോഴും നമ്മൾ കീ ഒക്കെ ലോക്ക് ചെയ്ത് എപ്പോഴും നിങ്ങൾ കൈ പിടിക്കണം. അതിന്റെ ഇമ്പോർട്ടൻസ്, ഇനി അതായത് നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് ഓഫ് ഹാൻഡിങ് ദം ഓവർ ടു ആൻ ഓതറൈസ്ഡ് പേഴ്സൺ ടു ഒബ്റ്റെയിൻ എ സിഗ്നേച്ചർ, അതും ആ ഒരു കളക്ട് ചെയ്യുന്ന ആൾ അറിഞ്ഞിരിക്കണം. അത് ഡെഫിനറ്റ്ലി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്, കാരണം നമ്മൾ അതെല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് എലിമിനേറ്റ് ചെയ്താൽ, കാരണം ഇവിടെ നമുക്ക് ഡസ് നോട്ട് ആണ് വേണ്ടത്. തേർഡ് വൺ ഈസ് ഹാവ് എ വാലിഡ് ID ബാഡ്ജ്. നമുക്ക് എപ്പോഴും ഒരു ID ബാഡ്ജ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് കൺട്രോൾഡ് ഡ്രഗ്സിന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. എന്താണ്? എപ്പോഴും നമ്മളൊരു ID ബാഡ്ജ് കാണിക്കണം, അല്ലേ? നമ്മൾ ഫാർമസിസ്റ്റ് വരുമ്പോൾ നമ്മൾ ID കാണിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ ലാസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോ. അപ്പൊ ആൻസർ വരുന്നത് നൺ ഓഫ് ദി എബോ. നൺ ഓഫ് ദി എബോ ആൻസർ വരാൻ കാരണം എന്താണ്? ഇവിടെ വളരെ കൃത്യമായിട്ട് ചോദ്യത്തിൽ അവർ പറയുന്നുണ്ട് സെലക്ട് വിച്ച് ഡസ് നോട്ട് അപ്ലൈ. ഡസ് നോട്ട് അപ്ലൈ എന്ന് വന്നത് കൊണ്ടാണ് കേട്ടോ നൺ ഓഫ് ദി എബോ. കാരണം ബാക്കി 3 ഓപ്ഷൻസും കറക്റ്റ് ആൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് നൺ ഓഫ് ദി എബോ. Question number 4. A patient in your care is on regular oral morph sulfate. As a qualified nurse, what legal checks do you need to carry out every time you administer it, which are in addition to those you would check for every other drug you administer? ഇപ്പൊ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് എന്താണ്? ഒരു പേഷ്യന്റ് റെഗുലർ മോർഫിൻ സൾഫേറ്റ് എടുക്കുന്ന, ഓറൽ മോർഫിൻ സൾഫേറ്റ് എടുക്കുന്നതാണ് കേട്ടോ, ഓറലി എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ലീഗൽ ചെക്കാണ് കേട്ടോ, വാട്ട് ലീഗൽ ചെക്സ് ഡു യു നീഡ് ടു ക്യാരി ഔട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് വെച്ചിട്ട് നോക്കാം. Check to see if the patient has become tolerant to the medication, so it is no longer effective as analgesia. അവിടെ പേഷ്യന്റിന്റെ ടോളറൻസ് നോക്കാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പേഷ്യന്റ് ഹാസ് ബിക്കം എ ടോളറന്റ് എന്നുള്ള വാക്കാണ് നമ്മൾക്ക് അവിടെ കിട്ടുന്നത്. അതൊരു ലീഗൽ ചെക്ക് ആണോ? അല്ല. അപ്പൊ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. ചെക്ക് ടു സീ വെദർ ദ പേഷ്യന്റ് ഹാസ് ബിക്കം അഡിക്റ്റഡ്. അവിടെ എന്താണ്? അഡിക്ഷൻ ആണ്. അഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ലീഗലി ചെക്ക് ചെയ്യേണ്ട കാര്യമാണോ അഡിക്ഷൻ? അല്ല, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ നമ്പർ സി, ചെക്ക് ദ സ്റ്റോക്ക് ഓഫ് ഓറൽ മോർഫിൻ സൾഫേറ്റ് ഇൻ ദ CD കബോർഡ് വിത്ത് അനദർ രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് റെക്കോർഡ് ദിസ് ഇൻ ദ കൺട്രോൾഡ് ഡ്രഗ് ബുക്ക് ടുഗദർ. ചെക്ക് ദ കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ദ ഐഡന്റിറ്റി ഓഫ് ദ പേഷ്യന്റ്. ഓക്കെ, അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലേ? എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യുന്നത്? നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. ചെക്ക് ദ സ്റ്റോക്ക് ഓർ ഓറൽ മോർഫിൻ സൾഫേറ്റ് ഇൻ ദ CD കബോർഡ് വിത്ത് അനദർ രജിസ്റ്റേർഡ് നഴ്സ്. മറ്റൊരു രജിസ്റ്റേർഡ് നഴ്സുമായിട്ട് നമ്മളത് ചെയ്യണം. ആൻഡ് റെക്കോർഡ് ദിസ് ഇസ് ദ കൺട്രോൾഡ് ബുക്ക്. എന്നിട്ട് നമ്മൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക. കൺട്രോൾഡ് ഡ്രഗ് ബുക്കിൽ എത്ര അവിടെ ഉണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്യുക. എങ്ങനെ ചെയ്യുന്നത്? ടുഗദർ, രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ചെക്ക് ദ കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ. ഇനി അടുത്ത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യണം. കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് കറക്റ്റ് ഐഡന്റിറ്റി ഓഫ് ദ പേഷ്യന്റ്. നമ്മൾ കറക്റ്റ് ആയിട്ട് പേഷ്യന്റ് ഐഡന്റിറ്റി ചെയ്യുന്നു, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ലീഗലി കുറച്ച് കാര്യങ്ങൾ, കാരണം ഇതിന്റെ എന്തൊക്കെയാണ് കൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുന്നതായിട്ടാണ് ഓപ്ഷൻ സി വെച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഡിയും കൂടെ നോക്കിയിട്ട് നമുക്ക് അതിലോട്ട് വരാം. ഓപ്ഷൻ ഡി നോക്കാം. Check the stock of oral morphine sulfate in the CD cupboard with another registered nurse and record this in the controlled drug. Then ask the patient to prove their identity to you. അതായത് നമ്മൾ പേഷ്യന്റിനോട് പറയുകയാണ് അവരുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട്. അവിടെ നമുക്ക് എന്താണ്? അത് റോങ് ആണ്. ആദ്യത്തെ ഒരു സെന്റൻസ് ഓക്കെ ആണെന്നു, മോർഫിൻ സൾഫേറ്റ് നമ്മൾ CD കബോർഡ് ചെക്ക് ചെയ്യുന്നു, അനദർ നഴ്സുമായിട്ട് ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ ആ ലാസ്റ്റിലത്തെ വരുമ്പോൾ എന്താണ്? ആ പേഷ്യന്റിനോട് പറയുകയാണ് ഐഡന്റിറ്റി പ്രൂവ്. അപ്പൊ അവിടെ റോങ് ആണ്. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ചെക്ക് ദ സ്റ്റോക്ക് ഓഫ് ദ ഓറൽ മോർഫിൻ sulfate in the CD cupboard with another registered nurse and record this in the controlled drug book. Together, check the correct prescription and the identity of the patient. കേട്ടോ, ഇവിടെ നമുക്ക് വളരെ ക്ലിയർലി എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ലീഗൽ ചെക്സ് ഡു യു നീഡ് ടു ക്യാരി ഔട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ സി ആയിട്ട് വരുന്നത് കേട്ടോ. Question number 5. Who has the overall responsibility for the safe and appropriate management of controlled drugs within the clinical area? ക്ലിനിക്കൽ ഏരിയയിലോ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് കേട്ടോ, ആർക്കാണെന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ദ നഴ്സ് ഇൻ ചാർജ്, ഓൾ രജിസ്റ്റേർഡ് നഴ്സസ്, ദ കൺസൾട്ടന്റ് ആൻഡ് ഓൾ സ്റ്റാഫ്. ഓക്കെ, ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ആൻസറാണ്. കാരണം എന്താണ്? ദ നഴ്സ് ഇൻ ചാർജ്. വളരെ കൃത്യമായിട്ട് നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട് എന്താണ്
ആരാണോ ഇൻചാർജ് രജിസ്റ്റേർഡ് നഴ്സ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കൺട്രോൾ ഡ്രഗ്സിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുക എന്നുള്ളത് കേട്ടോ. ഹു ഹാസ് എ ഓവറോൾ റെസ്പോൺസിബിലിറ്റി, ആർക്കാണ് ഓവറോൾ റെസ്പോൺസിബിലിറ്റി എന്ന് ഇൻചാർജ് രജിസ്റ്റേർഡ് നഴ്സ്, അതായത് നഴ്സ് ഇൻചാർജ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. The nurses on the day shift report that the controlled drug count is incorrect. What is the most appropriate nursing action? ഇപ്പൊ നഴ്സസ് ഓൺ ഡ്യൂട്ടിയിൽ ഷിഫ്റ്റിൽ പറയുവാണ്, റിപ്പോർട്ട് ചെയ്യുവാണ് കൺട്രോൾഡ് ഡ്രഗിന്റെ കൗണ്ട് ഇൻകറക്റ്റ് ആണ്, കറക്റ്റ് അല്ല എന്ന് പറയുവാണ്. അപ്പൊ നമ്മൾ ബീങ് എ നഴ്സ് എന്ത് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? ഒന്നാമത്തെ നോക്കാം. റിപ്പോർട്ട് ദ ഡിസ്ക്രപ്പൻസി ടു ദ നഴ്സ് മാനേജർ ആൻഡ് ഫാർമസി ഇമ്മീഡിയറ്റ്ലി. നഴ്സ് മാനേജറിനെ ഫാർമസിയിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക. ഓപ്ഷൻ ബി, റിപ്പോർട്ട് ദ ഇൻസിഡന്റ് ടു ദ ലോക്കൽ ബോർഡ് ഓഫ് നഴ്സിംഗ്. ലോക്കൽ ബോർഡ് ഓഫ് നഴ്സിംഗിൽ ഇൻഫോം ചെയ്യുക. ഇൻഫോം എ ഡോക്ടർ, ഒരു ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക. റിപ്പോർട്ട് ദ ഇൻസിഡന്റ് ടു ദ NMC, NMCയിൽ ഇൻഫോം ചെയ്യുക. ശ്രദ്ധിക്കുക, ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ നഴ്സ് മാനേജറെ ഇൻഫോം ചെയ്യുന്നു, രണ്ടാമത്തെ ലോക്കൽ ബോർഡ് ഓഫ് നഴ്സിംഗ്, മൂന്നാമത്തെ ഡോക്ടർ, നാലാമത്തത് NMC. ഈസിയാണ് അല്ലേ? ക്വസ്റ്റ്യൻ ഭയങ്കര ഈസിയാണ്. കാരണം എന്താണ്, നമ്മൾ എവിടെയായിരിക്കും ഇൻഫോം ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി നമ്മുടെ നഴ്സ് മാനേജർ, അതായത് നമ്മുടെ നഴ്സ് ഇൻചാർജ് ആൻഡ് ഫാർമസി അല്ലേ? ഓപ്ഷൻ നമ്പർ എ ആണ് ആൻസർ വരുന്നത്. റിപ്പോർട്ട് ദ ഡിസ്ക്രപ്പൻസി ടു ദ നഴ്സ് മാനേജർ ആൻഡ് ഫാർമസി ഇമ്മീഡിയറ്റ്ലി കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. Which drug is included in Group A controlled drugs? Morphine, codeine, cannabis and lorazepam. എന്നാണ് ആൻസർ വരുന്നത്. മോർഫിൻ ആണ് കേട്ടോ. മോർഫിൻ ആണ് ആൻസർ. നേരെ തിരിച്ചു വരെ ചോദിക്കാറുണ്ട്, മോർഫിൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? മോർഫിൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഗ്രൂപ്പ് എ കൺട്രോൾഡ് ഡ്രഗ്സിലാണ് വരുന്നത് കേട്ടോ. Question number 8. Your patient has been prescribed tramadol 50 milligram tablet for pain relief. Upon the receipt of the tablets from the pharmacy, you will. അപ്പോൾ നമ്മുടെ പേഷ്യന്റിന് ട്രാമഡോൾ 50 milligram ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, പെയിൻ റിലീഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പോൺ ദ റെസിപ്റ്റ് ഓഫ് ദ ടാബ്ലറ്റ്സ് ഫ്രം ദ ഫാർമസിസ്റ്റ് യു വിൽ. ഇപ്പോൾ നമ്മുടെ ഫാർമസിസ്റ്റ് നമുക്ക് ആ ടാബ്ലറ്റുമായിട്ട് കൊണ്ടുവരുവാണ്. നാട്ടിലെ പോലെ അല്ലെ, ഇവിടെ ഫാർമസിന്ന് അവർ കൊണ്ടുത്തരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഫാർമസിസ്റ്റ് കയ്യിൽ റെസിപ്റ്റുമായിട്ട് വരുവാണ്. റെസിപ്റ്റും ടാബ്ലറ്റുമായിട്ട് കൊണ്ടുതരുന്ന സമയത്ത് ബീങ് എ നഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ആസ് ദ ഫാർമസിസ്റ്റ് ടു ഗീവ് ടു ദ പേഷ്യന്റ്. നമ്മൾ ഫാർമസിസ്റ്റിനോട് പറയുക പേഷ്യന്റിന് കൊടുക്കാൻ. എന്താണ്? ആദ്യമേ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ? നമ്മുടെ റൂൾസ് അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പുട്ട് ഇറ്റ് ഇൻ ദ പേഷ്യൻസ് മെഡിസിൻ കപ്പ്, പേഷ്യന്റ് മെഡിസിൻ കപ്പിലിടുക. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്താൽ, കാരണം നമ്മളുടെ റൂൾസ് അനുസരിച്ചിട്ട് അത് തെറ്റാണ്. റെക്കോർഡ് ദിസ് ഇൻ ദ കൺട്രോൾഡ് ഡ്രഗ് രജിസ്റ്റർ ബുക്ക് വിത്ത് ദ ഫാർമസി വിറ്റ്നസിങ്. ഓക്കെ, അവിടെ നമുക്ക് പോയിന്റ് ഉണ്ട് അല്ലെ? എന്താണ്? നമ്മളിത് റെക്കോർഡ് ചെയ്ത് വെക്കുക കൺട്രോൾഡ് ഡ്രഗിന്റെ രജിസ്റ്റർ. എന്നിട്ട് ആര് വിറ്റ്നസ് ഉണ്ടായിരിക്കണം? ഫാർമസിസ്റ്റ് വിറ്റ്നസ് ആയിട്ട് ഉണ്ടായിരിക്കണം. നമുക്ക് ഓപ്ഷൻ ഡിയും കൂടെ നോക്കിയിട്ട് കൺഫേം ചെയ്യാം. ഓപ്ഷൻ ഡി, സ്റ്റോർ ഇറ്റ് ഇൻ വാർഡ് മെഡിസിൻ കബോർഡ്. വാർഡ് മെഡിസിൻ കബോർഡിലല്ല ഒരിക്കലും നമ്മൾ കൺട്രോൾഡ് ഡ്രഗ്സ് സ്റ്റോക്ക് ചെയ്യുന്നതിന് അതിന് പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. റെക്കോർഡ് ദിസ് ഇൻ ദ കൺട്രോൾഡ് ഡ്രഗ് രജിസ്റ്റർ ബുക്ക് വിത്ത് ദ ഫാർമസിസ്റ്റ് വിറ്റ്നസിങ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എപ്പോഴും നമ്മൾ കൺട്രോൾഡ് ഡ്രഗ്സ് റെസിപ്റ്റും കൺട്രോൾഡ് ഡ്രഗ്സുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്? ആ നമ്മുടെ കൺട്രോൾഡ് ഡ്രഗിന്റെ രജിസ്റ്ററിൽ നമ്മൾ എൻ്റർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഫാർമസിസ്റ്റിന്റെ പേരും വിറ്റ്നസ് ആയിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസും നമ്മളവിടെ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. Question number 9. What checks are required by 2 nursing staff administering a controlled drug to a patient at the bedside? Choose the correct answer. കേട്ടോ. എന്താണ്? What checks are required by 2 nursing staff? 2 നഴ്സിംഗ് സ്റ്റാഫ് കൂടിയിട്ട് നമ്മൾ കൺട്രോൾഡ് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പേഷ്യന്റ് സൈഡ് ആണ് കേട്ടോ. പേഷ്യന്റ് അറ്റ് ദ ബെഡ് സൈഡിൽ എന്ത് ചെക്കാണ് ചെയ്യേണ്ടത്, എന്ത് ചെക്കാണ് ആവശ്യമായിട്ടുള്ളതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, verbal check of the patient's address. Option B, visual check of the patient's records and information on their bed. Option C, visual checks of a patient records while drawing up the medication. Option D, verbal check of the patient's identity compared to their identification badge. Okay, നമുക്ക് 1 by 1 നോക്കാം. ഒന്നാമത്തെ വെർബൽ ചെക്ക് ഓഫ് ദി പേഷ്യൻസ് അഡ്രസ്. നമ്മൾ പേഷ്യനോട് ചോദിക്കുകയാണ്, പേഷ്യന്റെ അഡ്രസ്സ് ഒന്ന് പറയാം. അപ്പൊ പേഷ്യന്റ് ചിലപ്പം അഡ്രസ്സ് പറയും അല്ലേ? അഡ്രസ്സ് മാത്രം മതിയോ? നമുക്കൊരു കൺട്രോൾഡ് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോരാ. നമുക്ക് എന്താണ്? പേഷ്യന്റ് പേര് വേണം, ഹോസ്പിറ്റൽ നമ്പർ വേണം, അല്ലെങ്കിൽ NHS നമ്പർ വേണം, അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്രസ്സ് വേണം, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വേണം. അപ്പൊ അഡ്രസ്സ് മാത്രമല്ല നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം.
രണ്ടാമത്തെ ഓപ്ഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, വിഷ്വൽ ചെക്ക് ഓഫ് ദ പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഇൻഫർമേഷൻ ഓൺ ദർ ബെഡ്. നമ്മൾ ജസ്റ്റ് പറയുന്നൊന്നുമില്ല, എന്ത് ചെയ്യുവാണ്, നമ്മുടെ പേഷ്യന്റെ റെക്കോർഡിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്ന പേഷ്യന്റ് ഇൻഫർമേഷനും പേഷ്യന്റെ ബെഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസും കൂടെ കമ്പയർ ചെയ്യുക. അത് ഓക്കെ ആവോ? ഒരിക്കലും ഇല്ല അല്ലേ? കാരണം ചില സമയത്ത് ബെഡിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വേറെ ഏതെങ്കിലും പേഷ്യന്റ് അത് മാറ്റിയിട്ടൊന്നും ഇല്ല എങ്കിൽ നമ്മൾ റോങ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരിക്കലും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് നേരെ ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്ത് കളയാം. മൂന്നാമത്തതും വിഷ്വൽ ചെക്കാണ് കേട്ടോ. വിഷ്വൽ ചെക്സ് ഓഫ് ദ പേഷ്യൻസ് റെക്കോർഡ്സ് വൈൽ ഡ്രോയിങ് അപ്പ് ദ മെഡിക്കേഷൻ. ജസ്റ്റ് നോക്കുകയാണ്, നമ്മൾ മെഡിക്കേഷൻ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ചുമ്മാ നോക്കിയാൽ മാത്രം മതി, റെക്കോർഡിൽ നോക്കിയാൽ മാത്രം മതി. അത് നമുക്ക് നേരെ ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ID ചെക്ക് എന്നുള്ള പറയുന്ന കാര്യം എന്നുള്ളത്. ഇനി ഓപ്ഷൻ ഡി ആണ് നമുക്ക് ബാക്കിയുള്ളത്. നോക്കിയേ, വെർബൽ ചെക്ക് ഓഫ് ദ പേഷ്യൻസ് ഐഡന്റിറ്റി കമ്പയർഡ് ടു ദെയർ ഐഡന്റിഫിക്കേഷൻ ബാൻഡ്. എന്താണ്, പേഷ്യന്റെ കയ്യിൽ ഐഡന്റിഫിക്കേഷൻ ബാൻഡ് ഉണ്ട്. ആ ഐഡന്റിഫിക്കേഷൻ ബാൻഡിൽ നോക്കിയിട്ട് രണ്ട് നഴ്സുമാരും എന്ത് ചെയ്യണം, വെർബൽ ചെക്ക്, അതായത് നമ്മൾ റീഡ് ചെയ്യണം പേഷ്യന്റെ പേര്, പേഷ്യന്റെ അഡ്രസ്സ്, പേഷ്യന്റെ NHS നമ്പർ, അത് നമ്മൾ റീഡ് ചെയ്ത് നമ്മൾ ഐഡന്റിറ്റി കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മെഡിക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ, എസ്പെഷ്യലി കൺട്രോൾഡ് ഡ്രഗ്സ് കേട്ടോ. വാട്ട് ചെക്സ് ആർ റിക്വയർഡ് ബൈ 2 nursing staff administering a controlled drug to a patient at the bedside? ആൻസർ വരുന്നത് വെർബൽ ചെക്ക് ഓഫ് ദ പേഷ്യൻസ് ഐഡന്റിറ്റി കമ്പയർ ടു ദെയർ ഐഡന്റിഫിക്കേഷൻ ബാൻഡ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രൊസീജിയർ ഇൻവോൾവ്സ് 2 nurses? രണ്ട് നഴ്സുമാർ കൂടി ചെയ്യുന്ന ഏത് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ ഏത് പ്രൊസീജിയർ ആണെന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. വിച്ച് പ്രൊസീജിയർ ഇൻവോൾവ്സ് 2 nurses? ഓപ്ഷൻ എ, അഡ്മിഷൻ ഓഫ് എ പേഷ്യന്റ്. ഓപ്ഷൻ ബി, കൗൺസിലിംഗ് ദ പേഷ്യന്റ്. ഓപ്ഷൻ സി, സെർവിങ് ദ കൺട്രോൾഡ് ഡ്രഗ്സ് ആണ് കേട്ടോ. ആൻസർ ഏതാണ് വരുന്നത്? ഡെഫിനറ്റ്ലി സെർവിങ് ദ കൺട്രോൾഡ് ഡ്രഗ്സ്. രണ്ട് നഴ്സുമാർ കൂടിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ കൺട്രോൾഡ് ഡ്രഗ്സ് എപ്പോഴും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൺട്രോൾഡ് ഡ്രഗ്സിന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിന് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് എക്സാം എഴുതട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.